അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു സീരീസ് അങ്ങനെയൊക്കെയാണ്. നോ ടൈം വേസ്റ്റിംഗ്. സെക്കൻഡ് പാർട്ട് അല്ലാട്ടോ ഗൈസ്, ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. നല്ല സൗണ്ട് അടിച്ചു പോകുന്ന സൗണ്ട് കുറച്ചേക്കാം. ആ സൗണ്ട് കുറയ്ക്കും. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് എനിക്കറിയാം ചാർക്കോളല്ലേ കിട്ടുക, മതി. ഓക്കെ ഗൈസ്, എൻ്റെ വീട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. അല്ലേ കാണിച്ചു തരാം നിങ്ങൾ. ക്ലച്ച് ചെയ്യട്ടെ ഫസ്റ്റ്. ആഹാ, നമ്മുടെ തക്കാളി കൊള്ളാലോ. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇതൊരു വീടല്ലേ, ഇതൊരു അമ്പലമാണ്. കണ്ട 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 അതൊരു അമ്പലമാണ്. ആ അണ്ണാച്ചി വന്നല്ലോ. എന്താണ് തനിക്ക് വേണ്ടത്? ആറാണ്ട് ഈ പറ, തനിക്കൊന്നും വേണ്ടല്ലേ? ഞാൻ പിക്കാക്സും കൊണ്ടൊന്ന് നോക്കോട്ടെ. എല്ലാത്തിൻ്റെ ലൈഫ് ആദ്യം മുതലുണ്ട്. ഓക്കെ 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 ഓക്കെ, ഇതൊക്കെ എടുത്ത് ദൂരേക്ക് ഇടല്ലേ. മരത്തിൻ്റെ ഭയങ്കര വലിയ ആവശ്യമുണ്ട്. പൊട്ടും തന്നെ അറിയില്ല ഞാൻ സ്പീഡ് അറിയിക്കണില്ലേ. ഓൻ്റെ അയണാക്സ് പൊട്ടാറായാലോ. അത്ര ഹെൽത്തായിട്ട് എത്ര പെട്ടെന്ന് എപ്പം മരം പൊട്ടിച്ചിട്ടുള്ളൂ. നമ്മുടെ അപ്പം ഇന്നത്തെ ഗോൾ എന്താ വെച്ചാൽ ഡയമണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പണ്ടത്തെ ഗോൾ എന്ന് പറയണത് ഡയമണ്ടാണ്. നോക്കട്ടെ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ബെറ്റർ നല്ലത്. കല്ലിൻ്റെ സെറ്റപ്പാ സെറ്റപ്പ് സീന സെറ്റപ്പാ. ഇങ്ങനെ കല്ലിനുണ്ട്, ഇഷ്ടം പോലെ കല്ലുണ്ട്. മറ്റേ കല്ലുകൊണ്ട് ഞാനൊക്കെ ഫുള്ള് ഞാൻ ഉണ്ടാക്കും. അതിനുള്ള കല്ലിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൈസിന് ഇതൊക്കെ കൊണ്ട് ഞാൻ ഓക്കെ ഓക്കെ നൈറ്റിലൊന്ന് പുറത്തിറങ്ങുന്ന ഉണ്ടാവുന്ന പണി മേടിക്കണ്ട. സൂര്യനൊന്നും കാണാനില്ലേ? ആ പറഞ്ഞാൽ വയനാട്ടിലെ മൈൻക്രാഫ്റ്റൊക്കെ അപ്ഡേറ്റ് ആയിട്ട് സൂര്യനാണ്. അയ്യോ മറ്റേ തീ പിടിച്ചോ പാവങ്ങൾ. ഐക്യൂഡാക്കളൊക്കെ ഉണ്ടല്ലോ.
സെറ്റാണ്. ആ കളിയാ ഒരു കാര്യം ചെയ്യുന്നില്ല, നമ്മളൊക്കെ പൊട്ടിച്ചോളോട്ടല്ലേ. ഇതായിരുന്നു ഞാൻ കണ്ടുപിടിച്ച ആ കേവ്. പക്ഷെ ഈ കേവ് ചെറുതായിരുന്നു. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഞാനൊരു വീടൊക്കെ പണി സെറ്റായി നോക്കുമ്പോൾ ഇപ്പുറത്ത് അങ്ങ് താഴേക്ക് ഒരു ബിഗ് ഒരു ഇത്. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി കണ്ടായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ചാവുന്നുള്ള നിലയ്ക്ക് ഒന്ന് ഡ്രീമിൻ്റെ ഇതൊക്കെ ആവണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ഡ്രീം ആവണ്ടായിരുന്നു. അല്ലെങ്കിൽ പണി നടക്കില്ല. ചെറുതായിട്ടൊന്ന് ഡ്രീം ആവണ്ടോട്ടാ. എനിക്ക് ക്ലച്ച് ചെയ്യാനൊന്നും അറിയില്ല. ഓ, ക്ലച്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു ക്ലച്ച് ചെയ്തു. ടോർച്ച് കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നെ കണ്ട പോലെ തോന്നി എനിക്ക് അവിടെ. ഒരു കോള് പറക്കണ്ടേ. കോള് പറിച്ചാലാണ് ഇത് കയറാൻ പറ്റുമോ എനിക്കറിയില്ല. തലേ കയറി നേരം ചെക്കനൊന്ന് പയ്യമൊക്കെ കിട്ടിയില്ലോ. ചെക്കൻ സെറ്റാണ്ട. 3, 2, 1 നോക്കണ്ട. അതിന് മണ്ടയിലോട്ട് സൈഡിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിരുന്നു. ചെക്കൻ സോംബി എന്നേക്കാളും സ്കില്ല് കിട്ടാ. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ എന്നെ തട്ടിപ്പോവും. കോള മറ്റേ ഞാൻ കണ്ട കേവിലുണ്ടെന്നുണ്ട്. അയ്യോ, ആ കേവ് ഒന്ന് പോയിട്ട് 2 കോള് മോഷ്ടിച്ചിട്ട് വരാം. അമ്മേ, ഇത് തെറിച്ച് പോണേ. പക്ക സീനാണ് കേസ്. ഇവിടെ ഭയങ്കര സീനാണ് കേസ്. ചില പടിയിട്ട് നാറുവന്മാരായിരുന്നു. സാധനം കൊള്ളാലോ. അയ്യോ, അപ്പം അതിന് വേദനിച്ചു. എടാ ചാടി ഓടി എന്തെങ്കിലും വെയിറ്റ്. അവിടെ നേരെ അറ്റത്ത് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കോള്. എന്ത് വന്നാലും അമ്മമാരടുത്ത് ഫൈറ്റ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. സീനൊന്നും ഉണ്ടായിട്ടല്ല. അതിന് വീട്ടിൽ പോകണം, സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് വീണ്ടും കുറച്ചധികം കോളുണ്ടെങ്കിൽ സ്റ്റോണായ കാരണം കോളൊക്കെ പിന്നെ ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. വുഡൻ്റെ പോലെ ഒന്നും നല്ലത്. ബും ബും എന്ന് പറഞ്ഞിട്ട് കോളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എത്ര കോളായി? 17 ഇൻറ്റു 4 കേസ്. കണക്ക് പഠിക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ കണക്ക് അറിഞ്ഞൂടാ കേസ്. അവിടെ ഉണ്ടല്ലോ കോള്. അല്ല, ഇനി ബാക്കി ഇത്രയ്ക്ക് കോളൊക്കെ ഏകദേശം മതിയായിരിക്കും കേസ്. വീട്ടിലോട്ട് തുടങ്ങി. ഇതൊക്കെ ഭയങ്കര പുല്ല് കേസ്. ഇവിടെ നിന്ന് വെള്ളം ചുട്ടേക്കാം. വെള്ളം ചൂട് പലതരത്തിലുള്ള ഇതെന്താ അങ്ങനെ പോണേന്ന്. ഇവിടെ ഭയങ്കര പുല്ലുണ്ട് കേസ്. ഇതേപോലെ പോകണം എനിക്ക് തോന്നുന്നു. രണ്ടെണ്ണമായിടി എൻ്റെ മോനെ എയർന്നൊക്കെ വെള്ളം കോരണം. ഇനി ഉണ്ടാകല് എന്തിട്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ കഴിച്ച് നമുക്ക് നേരെ ഒരു അയ്യണൊക്കെ കിട്ടിയ ശേഷം പാട്ട സോമ്പിനെ ഒന്നേനി ഉപകാരം ഇട്ടിട്ട് മര കൊല്ലണേനി.
ഇത് നമുക്ക് സ്റ്റിക്കാക്കണം ഗൈസ്. 64 എൻ്റെ അളിയാ കറക്റ്റ് സ്റ്റിക്കാന്ന് തോന്നുന്നു. ഓ ഞാനൊരു കില്ലാടി തന്നെ കറക്റ്റ് അല്ല, എന്നാലും വേണ്ടില്ലേ 64. ഓ അതിനൊരളവൊക്കെ ഉണ്ട് തേങ്ങാക്കൂലേ. തുറക്കുന്നു, ഇതെന്ത് വയ്ക്കുന്നു. ഈ കോളൻ്റെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. സയണൊക്കെ വെറുതെ സോംബിനെ കൊല്ലുമ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ ഒരു ബോയും കൂടി ഉണ്ടാക്കി സെറ്റ് ആണല്ലോ. ബട്ട് എൻ്റെ ഇൻവെൻറ്ററി ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല ഗൈസ്. അല്ലാണ്ട് പ്രത്യേകിച്ച് സീനൊന്നുമില്ല. ഞാൻ ഇനി താഴെ ഇറങ്ങുന്നു. ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ടോർച്ചൊക്കെ ഉണ്ടാക്കി വരാനുള്ള ഫസ്റ്റ് കട്ടായിരിക്കും. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കുന്നതൊക്കെ ഉറപ്പില്ല ഗൈസ്. ഈ വൈ ലെവലൊന്നും നോക്കാൻ പറ്റാത്ത കാരണം. സോ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 12 മിനിറ്റ് ആണ് കേട്ടോ. 12 മിനിറ്റ് ഗൈസ്. നമുക്ക് ക്ലച്ച് ചെയ്യേണ്ട വരും ഗൈസ്. ആരവിടെ നിന്ന് തള്ളിയിട്ടേ. ക്ലച്ച് ചെയ്യേണ്ട വരില്ലേ ഈശ്വരാ. ഹൈ ക്ലച്ച് ചെയ്യാൻ പോണ്. ഓടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ക്ലച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമുണ്ട്. ഞാനേ ഗൈസ് ഈ സ്ഥലം ഫുള്ളൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്യട്ടോ. സ്പോൺ ആവാണ്ടിരിക്കാൻ ടോർച്ച് വെച്ചിട്ട് വരാം. എന്തായാലും ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ, സീനൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. അപ്പോൾ ഗൈസ് ഓക്കെ കേട്ടോ, ബൈ. എല്ലാവർക്കും ബൈ.